കേരളത്തിലെ സമുദ്ര മത്സ്യബന്ധന മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക്. രൂക്ഷമായ ഡീസൽ ക്ഷാമത്തെ തുടർന്ന് നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ കരയിൽ തന്നെ നിർത്തേണ്ടി വരുന്നുവെന്ന് ബോട്ട് ഓപ്പറേറ്റർമാർ. മത്സ്യബന്ധന നിരോധനത്തിന് മുമ്പുള്ള നിർണായക സീസണിൽ ഇന്ധന വിതരണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് മത്സ്യബന്ധന സംഘടനകൾ. സംസ്ഥാനത്തെ സമുദ്ര മത്സ്യബന്ധന മേഖലയിൽ രൂക്ഷമായ ഡീസൽ ക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സമുദ്ര ഇന്ധന ഔട്ട്ലെറ്റുകളിലേക്കുള്ള ഡീസൽ വിതരണം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് ഓപ്പറേറ്റർമാർ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി. ഡീസൽ ലഭ്യത കുറവിനെ തുടർന്ന് നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ കരയിൽ തന്നെ നിർത്തേണ്ടി വരുന്ന സാഹചര്യമാണെന്ന് ഫെഡറേഷൻ ഓഫ് ഫിഷിംഗ് ബോട്ട്സ് ആൻഡ് ഫിഷറി ഇൻഡസ്ട്രീസ് ഓഫ് കേരള വ്യക്തമാക്കി. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ സജീവമായി പോകുന്ന സമയത്താണ് ഇന്ധനക്ഷാമം രൂക്ഷമായത്. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന 2 മാസത്തെ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള അവസാന മത്സ്യബന്ധന സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി ഏകദേശം 1.5 മാസത്തെ മത്സ്യബന്ധന സമയം മാത്രമാണ് ബാക്കിയുള്ളത്. എണ്ണ വിപണന കമ്പനികൾ ഏർപ്പെടുത്തിയ അപ്രതീക്ഷിത ഡീസൽ നിയന്ത്രണമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. ഇന്ധന വിതരണം സാധാരണ നിലയിലാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.